അപ്പം ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ ഇന്നൊരു സീക്രട്ട് റൂം ഉണ്ടാക്കുകയാണ്. ഒരു ചെറിയ റൂം. അപ്പം നമ്മൾ ഉണ്ടാക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് ഇതാ ഇവിടെ ആയിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പം ഈ സാധനങ്ങളൊക്കെ ഇവിടെ തരേ. അപ്പോൾ നന്നായിട്ട് രണ്ടാമത്തെ ഇപ്പോൾ ഇവിടുത്തെ കാര്യങ്ങൾ മാറ്റണം. ഇങ്ങനെ ഉണ്ടാക്കിയേക്കണോ അതിങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. പിന്നെ സബ്സ്ക്രൈബ് ലൈക്കും ചെയ്യട്ടോ. എന്തായാലും ചെയ്യണം. ടീപ്പോയി മാറ്റണം. അപ്പോൾ ടീപ്പോയി മാറ്റാൻ ഒരാൾക്കില്ല. ഞങ്ങൾ വിൽക്കാൻ നോക്കിയപ്പോൾ കരുതി ഇത് ഇവിടെ തന്നെ വെക്കാൻ. നമുക്ക് ടേബിളൊക്കെ ആയി വെക്കാൻ. അപ്പം ഇത് എന്നിട്ട് ഈ ഒരു ഭാഗത്തേക്ക് അപ്പൊ ഈ ഒരു ഇവിടെ ഈ കസാലൊക്കെ പറ്റിയ മനസ്സിലാവുന്നത് ഇവിടെയാണ് നമ്മൾ ഉണ്ടാക്കാൻ കരുതിക്കുന്നത് കേട്ടോ. അപ്പൊ ചാർജർ കിട്ടാത്ത ആ ചാർജറും പോയി. ഈ ടാബ് മാത്രമേ ഉള്ളൂ ഇനി പോകാൻ. പക്ഷേ ഈ ടാബ് ഇപ്പോൾ തന്നെ വെക്കുകയാണ്. കുറച്ച് ഡ്രസ്സ് ഉണ്ടാവുക ഇതൊക്കെ ഉണ്ടാവുമ്പോൾ ഡ്രസ്സ് ഉണ്ടാവില്ല. അപ്പോൾ നല്ല ഡ്രസ്സില്ലേ ഗൈസ്. അപ്പം ഞാൻ അടുത്ത സാധനങ്ങളൊക്കെ കടക്കമുണ്ട്. അപ്പോൾ കടക്ക ഞാൻ അടിപോയി കൊണ്ടുവരാം. ഞാൻ പെടുന്നില്ല ഇങ്ങനെ അടിയേക്ക് നോക്കില്ല. നമുക്ക് അങ്ങോട്ട് കൊണ്ടുവരാം. അയ്യോ സെറ്റ് ഇതൊക്കെ കൊണ്ടുവന്നിട്ട് കേട്ടോ. അത് നമ്മൾ ഇപ്പോൾ രണ്ടാക്കി ഒരു പുറത്ത് അപ്പോൾ ഗൈസ് അപ്പോൾ നമുക്ക് ഇത് കൊടുക്കണം. അതാ അടിച്ചൊരിയില്ല ചൂടിട്ടെ അവിടെ തന്നെ ഉണ്ട്. ചൂടിന്റെ സീസൺ ഇതൊക്കെ ഈ ടീപ്പോയി ഇരിക്കുമ്പോൾ തന്നെ സമയം ഇവിടെ അങ്ങനെ കളറൊന്നും പോലെ ഇതാണ് പെയിന്റ്. നല്ല രസമാണ്. ഫസ്റ്റ് എന്തിനാ ടീപ്പോയി തൊട്ടേക്കാം. അതിൻ്റെ മുളകുന്നത് ഓക്കെ കണ്ടിട്ട് അവന് ഇത് അടിക്കണം. നമ്മളെ ചിന്തകളെ തെറ്റിച്ചുകൊണ്ട് നമ്മളെ ടീപ്പോയി സ്ഥലം മാറിയിരിക്കുന്നു ഗൈസ്. ഇത്ര ഇപ്പൊ ചെയ്തത് കേട്ടോ. കാരണം നമ്മൾ ടീപ്പോയി ഇപ്പൊ എവിടെയായിരുന്നു. അപ്പൊ ഇവിടെ ആക്കി. അതുകൊണ്ട് ഇപ്പൊ ഇവിടെ ഇവിടെ എന്തെങ്കിലും വെക്കണം. ഇപ്പൊ ഇനിയും കുറച്ചുകൂടി വരുന്ന നമുക്ക് ഇവിടെ ഈ ഒരു കൊടുക്കുന്ന ഒരു റെഡ് അപ്പൊ കൊടുക്കുമ്പോണ്ടേ നമുക്ക് എന്തൊക്കെ ഉണ്ടായേ. ഇപ്പൊ എനിക്ക് നല്ല ഇഷ്ടോടെ ഇതെന്താണെന്ന് അറിയാം.
അപ്പൊ നമ്മളെ വീട് ഇപ്പൊ ഇന്നാണ് കേൾക്കുന്നത്. സ്റ്റാൻഡ് കൊടുത്ത് ഞാൻ വിളിച്ചു. നമുക്ക് ഇവിടുന്ന് ഒരു നടക്കണം. എന്താ രണ്ടോ രണ്ടോ ഞാൻ കാരണം ഞാൻ അറിയാതെ നമുക്ക് ഇതുകൂടി അടിച്ചു പൊളിച്ചപ്പോ എന്താ ഇവിടെ വെക്കണ്ടു നമുക്ക് നോക്കാം. നമ്മളിതാ ഇവിടെ വച്ചിട്ടുണ്ട്. ഇത് വരണ്ട ചിക്കൻ. ഇവിടെ നിന്നാ രണ്ട് പ്രശ്നങ്ങളാണ് വന്നത്. പിന്നെ കുഴപ്പമില്ല. ഫസ്റ്റത്തത് പറയുന്നത് ലൈറ്റ് കുറച്ചുണ്ട്, പക്ഷെ ചുട്ടി ചവറ് റൈസ്. ഇവിടെ ലൈറ്റ് ഇല്ല, കാരണം ഇവിടുത്തെ ഇവിടുത്തെ ലൈറ്റ് ഇല്ല. അപ്പൊ നമുക്ക് തുറക്കണം. പിന്നെ എല്ലായിടത്തും പൊട്ടിച്ച കാണാനുണ്ട്. കുറച്ച് ലൈറ്റ് വന്നു. നല്ല ഭംഗി. നമുക്ക് ഇതിലേക്ക് കുറച്ച് സാധനങ്ങളൊക്കെ കൊണ്ടുവരണം. കാരണം ഇതിപ്പോ നമ്മൾ ഉണ്ടാക്കിയിട്ട് തന്നെ നിന്നാ രസം ഉണ്ടാവില്ല. കുറച്ച് സാധനങ്ങളൊക്കെ കൊണ്ടുവരണം. അപ്പൊ ഞാനേ സാധനം കൊടുക്കുന്നില്ല, അടിയിലുണ്ട് സാധനം. സ്പീക്കറിന് ലൈറ്റ് ഉണ്ടാവില്ല. ലൈറ്റ് ഇല്ല. അപ്പോൾ കുറച്ച് സാധനങ്ങൾ പന്ത് വേണം കേട്ടോ. ഈ സാധനങ്ങൾ നിങ്ങൾ എല്ലാവരും നല്ല സ്കൂൾ ഷോപ്പിംഗ് വീഡിയോ കണ്ടോ മനസ്സിലാവും. വേസ്റ്റ് ഇടാണ് നമുക്കൊരു വേസ്റ്റ് ബിൻ. പിന്നെ ഒരു ഫ്ലവർ. ഇത് ഒരേ എല്ലാത്തിനും നൂലാലപ്പം ഞാൻ ഉണ്ടാക്കിയതാട്ടോ. ഉണ്ടാവില്ല ഫ്ലവർ. ഇപ്പോൾ ഫ്ലവർ നമ്മൾ വരച്ച ഇത്. പിന്നെ ഇടയ്ക്ക് നമുക്ക് ഇതിലിട്ടിട്ട് ഫുട്ബോളൊക്കെ കളിക്കാം. അപ്പോൾ ഇപ്പോൾ നമുക്ക് ഇത്ര ആയിട്ടുണ്ട്. അപ്പോൾ സ്പീക്കർ നമുക്ക് സൂപ്പർ. ചാർജില്ലോ വെറുതെ വായിക്കാനേ ഉള്ളൂ പറ്റിയ ഒന്നും മനസ്സിലാവില്ല. കാരണം ഇത് കണ്ടാൽ നമുക്ക് മനസ്സിലാവും. ഞാനിപ്പോൾ 4ാം ക്ലാസ്സിലാണ്. ഇത് എൻ്റെ കാക്കൂൻ്റെ ബുക്കാണ്. 10ാം ക്ലാസ്സിലെ. അപ്പോൾ സോറി, ഇത് +1 കേട്ടോ. 10ാം ക്ലാസ് അല്ല, ഇത് +1 കേട്ടോ. ഓരോ നോക്കുമ്പോഴത്തേന് സമയം കുറേ ആവും. എല്ലാത്തിനും പേരും എല്ലാത്തിനും ചെറിയൊരു സെറ്റപ്പ് വേണം. അപ്പൊ ഇതിനാട്ടിൽ നിങ്ങൾക്ക് നല്ലോണം വലിയ കുറച്ചുകൂടി ഇത് കുറച്ചുകൂടി ഡെവലപ്മെന്റ് വേണ്ടി വരും. അപ്പൊ അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. അങ്ങനെ ആണെങ്കിൽ നമ്മൾ ഇതൊക്കെ നല്ല മാറ്റിയിട്ട് ചെയ്യാം. അപ്പൊ ഇതിന്റെ ഒരു റിവ്യൂ
സിറ്റ് ഔട്ടിലായിരിക്കുന്നത്. അപ്പോൾ നമ്മളെ റൂമൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടാവും. ഇനി ഇതിനാട്ടിലും നല്ല സെറ്റപ്പ് ആക്കണമെങ്കിൽ നിങ്ങളെ സപ്പോർട്ടും വേണം, പിന്നെ എല്ലാവരും സബ്സ്ക്രൈബും ചെയ്യണം. അപ്പോൾ ഇനി നമ്മൾ ചലഞ്ചൊക്കെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നെയിം മീറ്റിംഗ് ചലഞ്ചൊക്കെ വേണം. അപ്പോൾ എല്ലാവരും പേരും കമൻറ്റ് ചെയ്യുക, പിന്നെ എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മളെ എന്താ പറയുക, ഈ ഒരു കുട്ടി റൂം എന്നൊക്കെ ഇഷ്ടപ്പെട്ടാണ് എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമ്മളെ വീഡിയോ എത്രയുള്ളൂ. അപ്പോൾ ബൈ.